നമ്മുടെ ഫീലിങ്സിനെ മാറ്റുന്നതിന് കളേഴ്സിന് നിറത്തിന് കഴിയും. നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നോ നേരത്തെ? നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ മൂഡിൻ്റെ പവർ ലിഫ്റ്റ് ചെയ്യാനും, അതായത് ഉയർത്താനും ഓരോ കളേഴ്സിനും ഓരോ നിറങ്ങൾക്കും കഴിയും. അതിനുള്ള കഴിവുണ്ട് ആ കളേഴ്സിന്. ഇന്ന് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ മൂഡിനെ ഈ കളർ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ കളറിൻ്റെ സൈക്കോളജി, നിറങ്ങൾക്ക് പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്കാദ്യം വാമായിട്ടുള്ള കളേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റെഡ്, ഓറഞ്ച്, പിന്നെ യെല്ലോ, ഇവ മൂന്നുമാണ് വാം കളേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് റെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റെഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസ്, തീവ്രതയും പിന്നെ ബോൾഡുമായിട്ടുള്ള ഒരു കളറാണ്. ഈ കളർ നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ പ്രയോജനപ്പെട്ട ഒരു കളറാണ്. അതുകൊണ്ടാണ് നമ്മൾ ജിമ്മ് അല്ലെങ്കിൽ ഡൈനിങ് റൂംസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ റെഡ് കൂടുതലായിട്ട് കാണുന്നത്, ചുവപ്പ് കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റെഡ്, ചുവപ്പ് കൂടുതലായിട്ട് നമ്മുടെ ചുറ്റുപാടും യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മളെ അഗ്രസീവ് ആക്കുന്നതിനും ടെൻസ് ആക്കുന്നതിനൊക്കെ കാരണമായി തീരും. നമുക്ക് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നതിനും പെട്ടെന്ന് ദേഷ്യം വരാനും നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്യുന്നതിനൊക്കെ ഈ ചുവപ്പ് കൂടുതലായിട്ട് നമ്മൾ പരിസര പ്രദേശത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അടുത്ത വാം കളർ എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ഈ കളർ പ്രതിനിധീകരിക്കുന്നത് എനർജിയെയും വാംത്തിനെയുമാണ്. ഈ കളർ പലപ്പോഴും ഓപ്ഷൻലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ക്രിയേറ്റിവിറ്റി, എന്തൂസിയാസം തുടങ്ങിയവയൊക്കെ വേണ്ട സ്ഥലങ്ങളിൽ, കൂടുതലായി വേണ്ട സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ്. അതായത് നമുക്കൊരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഈ ഓറഞ്ച് കളർ കൂടുതലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ക പെർഫെക്റ്റ് ആയിരിക്കുമെന്നാണ് റിസർച്ച് പറയുന്നത്. അടുത്ത നിറം എന്ന് പറയുന്നത് യെല്ലോയാണ്, അതായത് സൺഷൈൻ്റെ കളർ. അപ്പോൾ യെല്ലോ അല്ലെങ്കിൽ മഞ്ഞ എന്ന് പറയുന്ന നിറം നമുക്ക് സന്തോഷവും ഒപ്റ്റിമിസവും ഒക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പക്ഷേ റെഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ പ്രശ്നമാകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കൂൾ കളേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂ, ഗ്രീന്, പർപ്പിൾ, ഈ 3 കളറുകളാണ് കൂൾ കളേഴ്സ് എന്ന് പറയുന്നത്. അതിലകത്തെ ബ്ലൂ കളറിനെ പറ്റി നമുക്ക് നോക്കാം. ബ്ലൂ എന്ന് പറയുന്നത് ഒരു കാമിങ് കളറാണ്. ട്രസ്റ്റ്, പീസ്, സ്റ്റെബിലിറ്റി ഇവയൊക്കെ ആയിട്ടാണ് ഈ കളർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമില്ലേ, അവിടെയൊക്കെ ഈ ബ്ലൂ, നീല കളർ ഉപയോഗിക്കുന്നത് വളരെ പെർഫെക്റ്റാണ്. അതായത് നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ ലിവിങ് റൂമൊക്കെ പോലെ. പഠനങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള ബ്ലൂ റൂം ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച ആളുകൾ നല്ല പ്രൊഡക്റ്റീവായിട്ടും കാമായിട്ടൊക്കെ കാണപ്പെട്ടു എന്നാണ്. ഇനി ഗ്രീൻ കളർ. ഗ്രീൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിറമാണല്ലോ. ബാലൻസും കോമ്പിനസും ഒക്കെയാണ് ഗ്രീൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഗ്രീൻ നിറം എന്ന് പറയുന്നത് നമുക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു നിറമാണ്, കളറാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽത്ത്, വെൽനസ് സ്പേസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രീൻ കളറ് കൂടുതലായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇനി പർപ്പിൾ. ഈ നിറം സിംബോളിസൈസ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി, ലക്ഷറി, മിസ്റ്ററി ഇതൊക്കെയാണ്. ഈ പർപ്പിൾ എന്ന് പറയുന്ന കളറ് നിറം നമ്മുടെ ഇമാജിനേഷനെ ഇൻസ്പയർ ചെയ്യാനും ഈവൻ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിന് വരെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ശ്രദ്ധയൊക്കെ കൂട്ടാനും ഈ നിറം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ പർപ്പിൾ കളർ കൂടുതലും ഓപ്ഷനിൽ യൂസ് ചെയ്ത് കാണപ്പെടുന്നത് ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് സ്പേസസിലും മെഡിറ്റേഷൻ റൂമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് പർപ്പിൾ കളർ യൂസ് ചെയ്ത് കാണാറുള്ളത്. ഇനി നമുക്ക് ന്യൂട്രൽ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ബ്രൗൺ ഇതൊക്കെയാണ്. ഇതിൽ ബ്ലാക്ക് എന്ന് പറയുന്ന നിറം സോഫിസ്റ്റിക്കേഷനും എലഗൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. പക്ഷേ ബ്ലാക്ക് കളർ അമിതമായി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഹെവി ആയിട്ടും സീരിയസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി വൈറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലീൻനെസ്സിനെയും സിംപ്ലിസിറ്റിയും ഒക്കെയാണ്. ഈ നിറം നമ്മൾ കൂടുതലും യൂസ് ചെയ്ത് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ് കൂടുതൽ ഓപ്പണും ഫ്രഷും ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കൂടുതലായിട്ടുള്ള വൈറ്റിൻ്റെ ഉപയോഗം ചില സമയങ്ങളിൽ നമുക്ക് സ്റ്റെറിലായിട്ടും കോൾഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അടുത്ത കളറ് ഗ്രേ ആണ്. ഗ്രേ എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കളറാണ്. ന്യൂട്രാലിറ്റി, കാംനെസ് ഇതൊക്കെ ആയിട്ടാണ് ഈ ഗ്രേ കളറ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. നല്ല മോഡേൺ ആയിട്ടും സ്ലീക്ക് ആയിട്ടുള്ള അഴകുള്ളതുമായിട്ടുള്ള ഒരു ലുക്ക് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രേ കളർ വളരെ ഗ്രേറ്റാണ്, യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളിത് ഓവറായിട്ട് ഈ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡള്ളായിട്ട് ഫീൽ ചെയ്യുമെന്നും പറയപ്പെടുന്നു. ഇനി അവസാനമായിട്ട് ബ്രൗൺ കളറാണ്. ബ്രൗൺ എന്ന് പറയുന്നത് എർത്തിൻ്റെ, ഭൂമിയുടെ നിറമാണല്ലോ.
ഈ ബ്രൗൺ കളർ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്പേസിന് നല്ല വാംത്തും കംഫർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നിറമാണ്. ഈ നിറം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. നല്ല വെൽക്കമിങ് ആയിട്ടും കോസി ആയിട്ടൊക്കെ ഈ നിറം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. സോ എങ്ങനെ നമുക്ക് ഈ കളർ സൈക്കോളജി നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? സോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യേണ്ടത് ആ ഫീല് വരുത്തുന്ന കളർ അല്ലെങ്കിൽ നിറം നിങ്ങൾ ഇരിക്കുന്ന സ്പേസിൽ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ടല്ല, 75% ആയിട്ട് കൊണ്ടുവരാനായിട്ട്, ആ നിറം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് വേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ബ്ലൂ കളറാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവിടെ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ, മഞ്ഞ നിറമാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നിറം, കളർ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുണ്ടല്ലേ, ഈ നിറമൊക്കെ നമ്മുടെ തോട്ട്സിനെയും ഇമോഷൻസിനെയൊക്കെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഈ നിറത്തിൻ്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു വെൽബീയിങ്ങിനും നല്ല ഒരു മൂഡ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കും. സോ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏത് പ്രത്യേകതയുള്ള നിറമാണ് നിങ്ങൾക്കിഷ്ടം? അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറന്നു പോകരുത്. ഈ ചാനലിൽ നമ്മൾ സൈക്കോളജി, മോട്ടിവേഷൻ, സ്പിരിച്വാലിറ്റി, ഇൻസ്പിറേഷൻസ് അങ്ങനെ സംബന്ധമായിട്ടുള്ള നിരവധി നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.